എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സമയം 9:08 മാർക്കറ്റ് ഇന്നലെ പറഞ്ഞ വ്യൂ പക്കയായിട്ട് മാർക്കറ്റ് മേളിലോട്ട് മൂവ് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ഒക്കെ തന്നെയാണ്. 29 പോയിന്റ് അടുത്തൊക്കെ ഉള്ളൂ മാർക്കറ്റിൻ്റെ അപ്പ്. അപ്പോൾ മാർക്കറ്റിൽ 25,040 എന്നുള്ള ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഒന്ന് ഫുൾഫിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഈ വന്ന കൺസോൾട്ടേഷൻ്റെ ലോ, അതായത് ഈ വന്ന കൺസോൾട്ടേഷൻ്റെ ലോ വെച്ചിട്ട് അതേപോലെ തന്നെ ഇവിടെ 24,940 എന്നുള്ള ഒരു ലോയും വെച്ചിട്ടാണ് ഞാനൊരു ബോക്സ് വരച്ച് വെക്കുന്നത്. ആ ബോക്സിൻ്റെ അപ്പർ ലെവൽ ഏകദേശം 25,050 ആണ്. ഏകദേശം ഒരു അപ്പർ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,050. അതിൻ്റെ ലോവർ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24,960 കൂട്ടാം, 24,940 കൂട്ടാം. 900 ബേസ് ലെവൽ നോക്കുന്നതാണ് ബെറ്റർ. 24,939.5 അതൊന്നും അപ്രോക്സിമേറ്റ് ലെവലാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഏകദേശം ചെറിയൊരു അപ്പാണെങ്കിലും ആദ്യം മേളിലോട്ട് പോയിട്ട് താഴത്തോട്ട് വരുമോ അതോ താഴത്ത് വന്ന് കൺസോൾട്ടേഷൻ ആയിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ രാവിലെ ഉണ്ട്. കാരണം 25,040 മാർക്കറ്റ് ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്, 24,970 മാർക്കറ്റ് ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഒരു എൻട്രി കിട്ടിയാലും അതൊരു 10 പോയിൻ്റൊക്കെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ മാക്സിമം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ കയറിപ്പോയ അതേ സ്പീഡിൽ തിരിച്ച് താഴത്തോട്ട് വരാനായിട്ടുള്ള ഫ്ലക്ച്വേഷൻ മൂവിനുള്ള ചാൻസ് രാവിലെ കാണുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം. അപ്പോൾ 25,047 മുകളിലോട്ട് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 25,090, 25,110 ഇതാണ് ആദ്യത്തെ ഒരു കോൺസെൻട്രേഷൻ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ള മൂവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 25,110 സെക്കൻഡ് പ്രയോറിറ്റി. ഫസ്റ്റ് പ്രയോറിറ്റി 25,090. ഇൻ കേസ് 24,939 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് ഒരു 24,880, 24,860. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി 24,080 അതായത് താഴെ ഒരു പച്ച ലൈൻ, അതിൻ്റെ താഴെ ഒരു പച്ച ലൈൻ, ഇവിടെ മേളിൽ ഒരു വൈറ്റ് ലൈൻ, അതിൻ്റെ തൊട്ട് താഴെയുള്ള ചെറിയൊരു വൈറ്റ് ലൈൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെന്താ വേറൊരു കാര്യം എന്താ, RSI ഓൾറെഡി ഇത് 30 മിനിറ്റ് ആണ് ചാർട്ട് വന്നിരിക്കുന്നത്. RSIയിൽ ഒരു ക്രോസ് ഓവർ ഓൾറെഡി വന്നിട്ടുണ്ട്. 1 അവറിൽ മാർക്കറ്റ് അപ്പർ സൈഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 2 അവറിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ള ക്രോസ് ഓവർ ആയിട്ടുണ്ട്. 2 അവറിൻ്റെ SMA മേളിൽ ഓൾറെഡി ടച്ച് ചെയ്തിട്ടില്ല. 15 മിനിറ്റ്സിൽ RSI താഴത്താണ് നിൽക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ്സ് മാത്രമാണ് ഡൗൺ സൈഡിലേക്ക് നിൽക്കുന്നുള്ളൂ. അത് തിരിച്ച് ക്രോസ് ഓവർ ആയിട്ട് മേൾ പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ കൺസോൾട്ടേഷൻ, അതിനുശേഷം റീസപ്പോർട്ട് എടുത്തിട്ട് ഈ റെക്ടാങ്കിൾ ബോക്സിന് മുകളിലോട്ട് പോയാൽ മുകളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. 24,930 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഒരു കാരണവശാലും ഡൗണിലേക്കുള്ള ലോങ് ട്രേഡ് ഒന്നും പറ്റത്തില്ല. ചെറിയ സ്കാൽപ്പിംഗ് ഒക്കെ നോക്കാം, ലോങ് ഡ്രൈവ് കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ പാടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിൽ. അപ്പോൾ രാവിലെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഹൈ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഒരു റൈഡ്, ഒരു 10-30 പോയിൻ്റൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ കിട്ടുമെന്ന് നോക്കാം. മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 21 പോയിന്റ്സ് ആണ്. നേരെ സ്ട്രൈക്കിലേക്ക് പോകാം. സ്ട്രൈക്കിൽ സ്റ്റിൽ RSI വന്ന് നിൽക്കുന്നത് ക്രോസ് ഓവർ സിയിലേക്കാണ് വന്ന് നിൽക്കുന്നത്. ഒരു താഴത്ത് വന്നു,
ഒരുപാട് നേരം പല പരിപാടി മേലോട്ട് പോകാൻ നോക്കി വന്നില്ല. വീണ്ടും ഒരു ക്രോസ് ഓവർ വന്ന് നിൽക്കുകയാണ്. അത് 0.5% പൊക്കത്തേക്ക് പോയാലാണ് ട്രെൻഡ് കണ്ടിന്യൂ ആവത്തുള്ളൂ. അപ്പോൾ 260 മുകളിലോട്ട് പോയാൽ മാത്രമേ സിയിൽ 288, 309, 327, 385 ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. പിയിലാണെങ്കിലോ 314 മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 335 എന്നുള്ളൊരു ലെവലുണ്ട്. അതൊരു ഹിഡൻ റെസിസ്റ്റൻ്റ് ആണ്. അതിനും മേലോട്ട് പോയാൽ 344, 375, 409. അപ്പോൾ ഈ 335നും 344നും ഇടയിലുള്ള ഒരു സ്പേസ് ഒരു സേഫ് ട്രെയിലിംഗ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ട്രിഗർ പോയിന്റ് ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. സ്റ്റിൽ RSI പി സൈഡിലേക്കാണ് നിൽക്കുന്നത്. നിലവിലുള്ള പിയുടെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസോ ഹൈ വോളിയോ വന്നാൽ മാത്രമാണ് പി 246 ഫാൾ ആവത്തുള്ളൂ. 275 താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം. എന്നാൽ മാത്രമാണ് മാർക്കറ്റ് പിയിലേക്ക് ഡൗൺ ആയി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ 13 പോയിന്റ് ആണ് സിയിൽ ഗ്യാപ്പ് അപ്പ് ആയിരിക്കണേ. 13 പോയിന്റ് സിയിൽ ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് താഴത്തോട്ടൊന്ന് വന്ന് മേ ബി അങ്ങനെ ഒരു ചിന്തയാണ്. ഈ ഒരു റെഡ് ക്യാൻഡലിന്റെ ടോപ്പ്, അതായത് 261 സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയാൽ 261 പി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 275 കൂടെ കവർ ചെയ്താൽ 292 ഫസ്റ്റ് പ്രയോറിറ്റി. ഇൻ കേസ് പി താഴത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം സി 260 മുകളിൽ പോയാൽ മാത്രം ജസ്റ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സമയം ഇനിയിപ്പോൾ 9 സെക്കൻഡ് കൂടെ ഉള്ളൂ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സ്ട്രഗിളിന് ശേഷം ഏത് ഭാഗത്തേക്കാണ് സ്ട്രക്ചർ മൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. മെജോറിറ്റി പിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 314 ഓൾമോസ്റ്റ് റീച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ മുകളിൽ മെജോറിറ്റി മേജർ 344 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. പിയിലേക്കാണ് RSI നിൽക്കുന്നത് തന്നെ. 314 മാർക്കറ്റ് റിജക്ഷൻ ആയിട്ട് നിൽക്കുന്നത്. 314 ഒന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ബ്ലൂ ലൈൻ എടുത്തങ്ങ് മാറ്റാം. ഞാൻ വര വരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യത്തില്ല. എൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ 344 ആണ്. അങ്ങോട്ട് മാർക്കറ്റ് പോകുമെന്ന് നോക്കും. 275 താഴെ വരാതെ ഒരു കാരണവശാലും പി ഡൗൺ ആവത്തില്ല. 275 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 246 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് സീനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റത്തുള്ളൂ. അതുവരെ ഈ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് പി സൈഡാണ് നിൽക്കുന്നത്. അതാണ് ക്വിക്കായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ഞാൻ സപ്പോർട്ട് എടുക്കും എന്ന് പ്രതീക്ഷിച്ച് 246 പക്ഷേ നിലവിലുള്ള ഡേ ലോവിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിൽ 314 വരെ പോയിരിക്കുന്നത്. ഇനി 314 മേളിലോട്ട് മാർക്കറ്റ് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഒറ്റ ടാർഗറ്റേ ഉള്ളൂ, 344. 240 മുകളിൽ ക്ലോസ് ചെയ്യാതെ സി 240 മുകളിൽ ക്ലോസ് ചെയ്യാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല. മെയിൻ ഫോക്കസ് പിയിലാണ്. 344 ഒരു ടാർഗറ്റ് പോയിന്റ് ആയിട്ട് മനസ്സിൽ കാണുന്നത്. എൻ്റെ പിയുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ 246 ആണ്. $335 ഓൾമോസ്റ്റ് ഒരു ലെവല് കിടപ്പുണ്ട്. ഓക്കെ, 339 ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 335, 334 മെയിൻ കോൺസെൻട്രേഷൻ. ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ റിജക്ഷൻ പോയിന്റ് 358 കുഞ്ഞി 358 മുകളിലോട്ട് പോയാലേ മാർക്കറ്റ് 375 പോകത്തുള്ളൂ. കാരണം RSI പിയിൽ മേളിൽ വന്ന് ക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. നിലവിലുള്ള സിയുടെ ക്യാൻഡിൽ വീക്കാണ്. ഈ ഒരു ക്യാൻഡിൽ വീക്കാണ്. ആ ക്യാൻഡിൽ ഗ്രീൻ ആയാലും കയറി പോവില്ല. ആ ക്യാൻഡിൽ വീക്കാണ്. ഓക്കെ, അപ്പം 360 എത്തി. ഇനിയുള്ളത് 375. ഇവിടെ ഒരു റെക്ടാങ്കിൾ ബോക്സ് ഉണ്ട്.
ഷെയ്ഡാണ്. ഈ റെക്ടാങ്കിൾ ബോക്സിലാണ് വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന സീല് കൺഫേം ആയിട്ടുള്ളൊരു മൂവ് ഇപ്പം കിട്ടും. പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ. എപ്പോൾ കിട്ടും? ഈ സാധനം തിരിച്ചിങ്ങ് വലിഞ്ഞാൽ സീല് ഒരു പെർഫെക്റ്റ് സ്കാൽപ്പിംഗ് സോണുണ്ട്. 181 മുതൽ 188 വരെ. എന്ന് വെച്ചാൽ ഇപ്പോഴേ അവിടെ ഞാൻ ചാടിക്കയറി ഇരിക്കുമെന്നല്ല, ഓരോ സ്പേസസും ഞാൻ നോട്ട് ചെയ്ത് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. 375 ഇനി മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ളത്. പിയുടെ 314 ബ്രേക്ക് ചെയ്തു. ആദ്യത്തെ ഒരു ചെറിയ സ്കാൽപ്പിംഗ് അവിടെ കിട്ടി. എഗെയിൻ അത് ബ്രേക്ക് ചെയ്തു. 344 360 വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു. അത് ഓൾമോസ്റ്റ് കിട്ടി. ഇനി 363 ബ്രേക്ക് ചെയ്താൽ 375 ഭാഗത്തേക്ക് കൂടെ പോകാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് 181 മുതൽ 188 വരെയുള്ള ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അവിടെ ചിലപ്പോൾ ഇത്തിരി ലോട്ട് കൂട്ടിയിട്ട് ഒരു റിവേഴ്സൽ വന്നാൽ എടുക്കാം. ഈ ഒരു ക്യാൻഡിൽ വീക്കാണ്. അപ്പം എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്നും കൂടെ ഡൗണിലേക്ക് വരുമെന്ന് നോക്കും. എവിടെ? അപ്പം എന്ത് ചെയ്യാം? ഒരു സിംഗിൾ ലോട്ട്, ഒരു ആവറേജിങ് കൺസെപ്റ്റിൽ ചുമ്മാ അവിടെ കിടക്കട്ടെ. എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഇവിടെ 367 375 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ ഒരു ലോട്ട് എടുത്തിട്ട് ഹോൾഡും ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു സ്കാൽപ്പിങ്. അത് ഗ്രീൻ ആകുമ്പോൾ അപ്പം കട്ട് ചെയ്യും. അവിടെ കൂടുതൽ ലോട്ട് എടുക്കാൻ പറ്റില്ല, കാരണം കണ്ടിന്യൂസ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡൗൺ ആവും. അപ്പം ഇങ്ങനെയുള്ള ക്യാൻഡിലുകൾ മാത്രം നോക്കിയിട്ട് ഒരു 10 ട്രേഡ് ചെയ്താൽ പോലും 10 എണ്ണത്തിൽ 8 എണ്ണം സക്സസ് ആവും. അത് ഗ്രീൻ ആയ അപ്പം കട്ട് ചെയ്യാം. ഗ്രീൻ ആവാൻ പോകുന്നു. ഗ്രീനായി. ഓക്കെ, ഗ്രീൻ ആകുമ്പോൾ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ആ സിംഗിൾ ക്യാൻഡിലാണ് അത്രയും പോയിന്റ് കിട്ടിയത്. അങ്ങനെയും ട്രേഡ് ചെയ്യാം. അത് വൈകുന്നേരം വരെ കാത്തിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രേഡ് ഒരു 10 എണ്ണം കിട്ടിയാലും ആ 10 എണ്ണത്തിൽ ഒരു 8 എണ്ണം സക്സസ് ആവും. അത് വേറൊരു മെത്തേഡ്. ഈ മെത്തേഡ് ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ അത് എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് വെച്ചാൽ, മാർക്കറ്റ് പ്രൊഫൈൽ ഈ ഒരു ചാർട്ടിൽ ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്, ഇത് മുട്ടാനുള്ളത് 187 ആട്ടോ. ഞാനത് ഗ്രീൻ ആകുമ്പോൾ കട്ടാവും എന്ന് പറഞ്ഞത് കൊണ്ടാണ്. പക്ഷേ ഈ ക്യാൻഡിൽ പോയി നിൽക്കുന്നത് 188 RSIയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. ഈ ക്യാൻഡിൽ മൂവ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒറ്റയടിക്ക് മൂവ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. റെഡും ഗ്രീനൊക്കെ മാറി മാറി വന്നിട്ടാണെങ്കിലും ഇതിൻ്റെ ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 188 ആണ്. ഇതൊരു സ്കാൽപ്പിംഗ് മെത്തേഡാണ്. അത് ഗ്രീൻ ആകുമ്പോൾ കട്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് കട്ട് ചെയ്തതാണ്. നേരെ മറിച്ച് അത് രണ്ടാമത്തെ ഓപ്ഷൻ 188 ആണ് കോൺസെൻട്രേഷൻ ചെയ്തിരുന്നെങ്കിൽ അവിടെ പോയിട്ടേ ഞാനത് ഇറങ്ങുള്ളായിരുന്നു. പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ, അത് ഡിസിപ്ലിൻ്റെ ഭാഗമാണല്ലോ. 188 ആണ് അതിൻ്റെ ഒരു ഫൈനൽ റിജക്ഷൻ പോയിന്റ്. ഓക്കെ, 182 മുട്ടിക്കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. സമയം 9:33 ആയിട്ടുണ്ട്. ഓക്കെ, 188 മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, മാർക്കറ്റ് എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് 188 ഭാഗത്തേക്ക് വരണം എന്നുള്ള കാര്യങ്ങൾ. അവിടെ ക്യാൻഡിൽ അത് പറഞ്ഞു വെച്ചിട്ടാണ് പോയിരിക്കണേ. അത് നമ്മൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നോ അപ്പം തൊട്ട് നമുക്ക് പേടിയില്ലാതെ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ വേഷം ഒരു 160 ഭാഗത്തു നിന്നാണ് എടുത്തത്. ഞാനത് ഗ്രീൻ ആയപ്പോൾ കട്ട് ചെയ്തു. നേരെ മറിച്ചത് 188 കോൺസെൻട്രേഷൻ ചെയ്താൽ ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ മതി ഒരു ദിവസത്തേക്ക് അരി മേടിക്കാനുള്ള കാശിന്. 188 മാർക്കറ്റ് ടച്ച് ചെയ്തു. അതിന് നമ്മൾ ക്യാൻഡിലുകളെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. RSIയും ഓൾറെഡി ഒരു കർവ് വന്നിട്ടുണ്ട്. അപ്പോൾ 180 എത്തുമ്പോൾ 88 എത്തുമ്പോൾ എൻ്റെ പരിപാടി തീർക്കും എന്നാണ് പറഞ്ഞത്. അത് ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ 188 എത്തുമ്പോഴത്തേക്കും ആ ഒരു റിജക്ഷൻ അവിടെ കഴിഞ്ഞു കേട്ടോ. കാരണം 15 മിനിറ്റ്സിൻ്റെ 9:30 ക്യാൻഡിലിൽ ഒരു ഫ്ലക്ച്വേഷൻ വരും. ആ ഫ്ലക്ച്വേഷൻ വന്നിട്ടാണ് എന്തുകൊണ്ടാണ് അതിൽ റെഡ് വന്നതെന്ന് നോക്കിയാൽ അതിൻ്റെ റീസൺ ഇപ്പുറത്ത് 188 മാർക്കറ്റ് പോവേണ്ടതായത് കൊണ്ടാണ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ അവിടെ റെഡ് വന്നതിൻ്റെ റീസൺ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ക്യാൻഡിലുകളൊക്കെ നോക്കി ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പഠിക്കേണ്ടത്. അല്ലാണ്ട് വന്നപാടെ കണ്ടപാടെ ചാടി കയറുകയല്ല.
ഒരു ടൈം ഫ്രെയിം തീരാൻ ക്ലോസ് ചെയ്യണം. ഓരോ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കൃത്യമായിട്ട് ക്യാൻഡിലുകൾ നമുക്ക് പറഞ്ഞു തരും. ഞാൻ എവിടെ പോകാനുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് രാവിലെ വരും എന്നുള്ളത് ക്യാൻഡിലുകളെ കണ്ടുപഠിച്ചതാണ്. ഒരു വർഷം ഒക്കെ ക്യാൻഡിലുകൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നാലും ഏതൊരാൾക്കും ഒരു സിമ്പിൾ ട്രേഡർ ആവാനായിട്ട് പറ്റും. പ്രൈസ് ആക്ഷനും കൂടെ ആഡ് ചെയ്താൽ അതിന് ആ ക്യാൻഡിൽ സ്റ്റിക്കും പ്രൈസ് ആക്ഷനും ലെവലുകൾ അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിൽ ABCD TPOs എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ABCD അത് വെച്ചിട്ട് ഇത്ര അക്യുറസി ആയിട്ടുള്ള ഒരു എൻട്രി എനിക്ക് കിട്ടില്ല. അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാട്ടോ. ചില ആളുകൾ ABCD വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അവരെ ഒരിക്കലും മോശമാണെന്നോ അവർ തെറ്റാണെന്നോ ഒന്നും അല്ല പറയണത്. എൻ്റെ ക്യാരക്ടറിന് അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് സെറ്റിന് സെറ്റാവുന്ന രീതിയിൽ മാർക്കറ്റ് പ്രൊഫൈലിൽ ഞാൻ കൺവേർട്ട് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനാണല്ലോ കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ രാവിലത്തെ സിയുടെ പരിപാടിയും കഴിഞ്ഞു, അല്ല പിയുടെ പരിപാടിയും കഴിഞ്ഞു. അതിനുശേഷം സിയുടെ പരിപാടിയും കഴിഞ്ഞു. സമയം 9:37 ആയിട്ടുണ്ട്. 140-ലാണ് സ്ട്രൈക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡ് 140-ലാണ് ഇതിൻ്റെ എൻട്രി കിട്ടിയിരിക്കുന്നത്. 140 കറക്റ്റ് 140-ൽ. ഓക്കെ, 134 ആണ്. 6 പോയിന്റ്. അല്ലെങ്കിൽ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് നോക്കാം. ഈ ഒരു 134-ൻ്റെ ഭാഗത്ത് ക്യാൻഡിൽ ഏത് രീതിയിൽ ക്ലോസ് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ 6 പോയിൻ്റാണ് നിലവിൽ കാഴ്ചയിലുള്ള സ്റ്റോപ്പ് ലോസ്. നേരെ മറിച്ച് അത് 10-ഓ 15-ഓ ആയാലും വലിയ വിഷയങ്ങളില്ല. കാരണം ചെറിയ സ്ട്രൈക്ക് ആയതുകൊണ്ട് ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ DK വന്നടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ടൈം DK വരും. അങ്ങനെ വന്നിട്ട് ഇപ്പോൾ ചൊവ്വാഴ്ചയായി, ബുധനും വ്യാഴവും ഉണ്ട്. അപ്പം അതുകൊണ്ട് DK വന്നിട്ട് സ്റ്റോപ്പ് ലോസിൻ്റെ ഭാഗത്തേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫ്യൂച്ചറും അതൊന്നും ചിലപ്പോൾ വരില്ല. സ്ട്രൈക്ക് ചിലപ്പോൾ വന്നിട്ട് DK അടിച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സേഫായിട്ടുള്ള പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ SMA മുട്ടുക. അതിൻ്റെ ഒരു സേഫായിട്ടുള്ള ടാർഗറ്റ് ലെവലും കൂടെ, അതിൻ്റെ കുറച്ച് ഇൻ ബിറ്റ്വീനിലുള്ള കുറച്ച് ടാർഗറ്റ് പ്രൈസ് കൂടെ ഞാനൊന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. 162, രണ്ടാമത്തത് 190. പിന്നെ SMA എവിടെയാണോ അതൊരു ട്രിഗർ പ്രൈസാണ്. പിന്നെ ഉള്ളത് ഒരേ ഒരു ടാർഗറ്റ് 240. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 162 എത്താറായിട്ടുണ്ട്. അപ്പം ഞാൻ ആ 162-ലെ ലൈൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഞാനവിടെ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകത്തില്ല. ആ റെഡൊന്നും ഒരിക്കലും ഒരു റെഡ് ക്യാൻഡിലല്ല. കൂടി വന്നാൽ അടുത്തതും ചിലപ്പോൾ റെഡ് ആവും. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ നേരെ തിരിച്ച് അതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. അല്ലെങ്കിൽ നിലവിലത്തെ ക്യാൻഡിൽ തന്നെ ഗ്രീൻ ആവും. കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നത്. ഓരോ ക്യാൻഡിലുകളെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ധൈര്യത്തോടു കൂടി ഇരിക്കാം. ഇപ്പോൾ വേറൊരു വ്യക്തിയാണെങ്കിൽ ആ റെഡ് കാണുമ്പോൾ തന്നെ അയ്യോ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് പോകുമോ എന്നുള്ള മൈൻഡ് സെറ്റോടു കൂടി അവിടെ എക്സിറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും മാർക്കറ്റ് നല്ല രീതിയിൽ 190-ലേക്കൊക്കെ പോണേ. അപ്പോൾ ഒരു തീരുമാനം എടുത്തു വെക്കുക. അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ 140-ലാണ് എൻട്രി ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് 162 ആണ്. അതിനു മുമ്പ് എന്ത് റെഡ് വന്നാലും ഒരു കാരണവശാലും പേടിക്കാനായിട്ട് പാടില്ല. ഈ റെഡൊന്നും ഒരു റെഡ് അല്ല. ഇത് വെറുതെ ആളുകളെ പേടിപ്പിക്കാൻ വരുന്ന റെഡാണ്. അപ്പം നമ്മളവിടെ മനോധൈര്യത്തോടു കൂടി ഇരിക്കണം. എന്തുകൊണ്ടാ? അത് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ധൈര്യമാണ്. ഈ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള റിപ്പീറ്റേഷൻസ് കണ്ടു വെച്ചിട്ടുള്ള ധൈര്യമാണ്. അപ്പോൾ പറഞ്ഞാൽ എന്താ, ആ റെഡൊന്നും ഒരു റെഡല്ല. അടുത്ത ക്യാൻഡിൽ അല്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ ക്യാൻഡിൽ ചിലപ്പോൾ ആ ക്യാൻഡിൽ തന്നെ തിരിച്ച് മുകളിലോട്ട് വരും. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 160-ആണ്. 162-ആണ് ഫസ്റ്റ് ഒരു സേഫ് ആയിട്ടുള്ള സോൺ. അതായത് ഒരു 21 പോയിന്റ്. ഇപ്പോൾ 2 ലോട്ടാണ് എടുക്കണമെങ്കിൽ 21 പോയിന്റ് ആകുമ്പോഴത്തേക്കും, അതായത് 160.85 വരെ വന്നിട്ടുണ്ട്. കറക്റ്റ് 162 വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 21 പോയിന്റ് വരുമ്പോൾ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാൽ എന്നാ കുഴപ്പം? അതവിടെ വൈകിട്ട് വരെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം. RSI ഗ്രീനിലേക്ക് മുട്ടിയപ്പോൾ വന്ന ഒരു റിജക്ഷൻ്റെ ഭാഗമായിട്ടുള്ള റെഡാണ് ആ കാണുന്നത്. കൺസോൾട്ടേഷൻ സോണാണ് 152. ഇവിടെ നിന്നാണ് മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ തീരുമാനിക്കുന്നത്.
മാർക്കറ്റ് കണ്ടിന്യൂസ് മുകളിലോട്ട് പോകണോ, അതോ അതായത് നിലവിൽ 140 വന്നിട്ട് ഡബിൾ ബോട്ടം എടുത്തിട്ട് കയറി പോകണോ, കൺസോൾട്ടേഷൻ അവിടെ തന്നെ 152 ഭാഗത്ത് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് കയറി പോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു 3-4 ക്യാൻഡിൽ ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ടാണ് ഈ ഭാഗത്ത് നിന്ന് അടുത്ത തീരുമാനം എടുത്തിട്ട് ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ പറഞ്ഞതെന്താ, റെഡ് വരാം, ചിലപ്പോൾ ഒരു റെഡ് വരാം, ചിലപ്പോൾ 2 റെഡ് വരാം. അതിനുശേഷം മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞ് മുകളിലോട്ട് വരണം. അപ്പോൾ അവിടെ നമ്മൾ ധൈര്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 158 നിൽക്കുന്നത്. ഒരു 4 പോയിന്റ് കൂടെ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി സേഫ് സോണായിട്ടുള്ള 162 മാർക്കറ്റ് റീച്ച് ചെയ്യും. 159 സമയം കറക്റ്റ് 10:36 കേട്ടോ. 10:36 159.20 മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പം ചിലവർ പറയുന്നുണ്ട് റെക്കോർഡഡ് വീഡിയോസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്, ടൈമൊക്കെ പറയണേ. അപ്പോൾ 163 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള റിജക്ഷൻ 170 ആണ്. 166 നിൽക്കുന്നത്. 170 അപ്രോക്സിമേറ്റ് ആണ് ഏകദേശം SMA. SMA ഞാൻ എപ്പോഴും ഒരു ബഫർ സോൺ കീപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ഉദ്ദേശം 5 മിനിറ്റിൻ്റെ RSI കറങ്ങി തിരിഞ്ഞു വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്താണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, 2 ലോട്ടാണെങ്കിൽ, കാരണം സാധാരണ എടുക്കുന്നത് 300, 325 ലെവലൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ ആ കണക്ക് വെച്ചിട്ട് ഡെഫിനറ്റ്ലി 140 ഒരു ലോട്ടിൽ കൂടുതൽ എടുക്കാം. അപ്പോൾ ഈ ഒരു 167 ഒരു ലോട്ട് കൊടുക്കുക, ഒരെണ്ണം കൊടുത്തിട്ട് ബാക്കി ഒരെണ്ണം ഒരു 145 ട്രെയിൽ ചെയ്ത് വെക്കുക. അതെ, SMA 170 റീച്ച് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ലോട്ടോ അല്ലെങ്കിൽ 162 162 SMA മുട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ 162 170 ഒരെണ്ണം കൊടുത്തിട്ട് ബാക്കിയുള്ള ഒരെണ്ണം, കാരണം ഇനി മുട്ടാനുള്ള 176 ആണ്. 176 ഒരു ചെറിയ റിജക്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഒരു 5 പോയിന്റ് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടി അവിടെ ഇരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം വൈകിട്ട് 240 എത്തണം, ഇല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ച് പൊക്കോട്ടെ. ഈ ഒരു സിസ്റ്റം നമ്മളൊരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിൽ 4 ട്രേഡ് 100 പോയിന്റ് കൺഫേമാണ്, 2 ട്രേഡ് 150 പോയിന്റ് കൺഫേമാണ്, 1 ട്രേഡ് 250 പോയിന്റ് കൺഫേമാണ്. പക്ഷെ അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഇതേപോലെയുള്ള ഒരു കസ്റ്റമൈസ്ഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത ഒരു സ്ട്രാറ്റജി കയ്യിൽ വേണം. ചുമ്മാ ഇങ്ങനെ തോന്നലെടുത്ത് എടുത്തിട്ട് കാര്യമില്ല. കാരണം 140 എടുത്തിട്ടാണ് 136 6 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 140 30 പോയിന്റാണ്, അതായത് 1:5 ഓൾമോസ്റ്റ് ഇപ്പം തന്നെ ആയി. കയറേണ്ട സ്ഥലത്ത് കയറണം, ട്രെയിൽ ചെയ്യേണ്ട സ്ഥലത്ത് ട്രെയിൽ ചെയ്യണം. ഒരു സേഫ് ട്രേഡർ ആണോ 170 ഇറങ്ങാം, അതും മതി എന്നുള്ളൊരു കൺസെപ്റ്റ് ആണെങ്കിൽ അവിടെ ഇറങ്ങാം. പക്ഷെ അവിടെ 2 ലോട്ടാണെങ്കിൽ എന്താ ഗുണം, ഒരെണ്ണം ഇറങ്ങിയിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് 5 പോയിന്റ് കയറ്റി വെച്ചിട്ട് വെയിറ്റ് ചെയ്തുകൂടെ. പിന്നെ നമ്മൾ എന്തിനാണ് ടെൻഷൻ പിടിക്കണേ. ഇപ്പോൾ വേറെ ഏതൊരു ട്രേഡർ ആണെങ്കിലും ഈ സമയത്ത് വെറുതെ പാനിക്കായിട്ട് BP കൂടി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇരിക്കും. നമ്മളൊരു എൻട്രി എടുത്ത് ഒരു സ്റ്റോപ്പ് ലോസും അക്സെപ്റ്റ് ചെയ്ത് ഒരു ടാർഗറ്റിലേക്കും വെയിറ്റ് ചെയ്ത് ആദ്യത്തെ ടാർഗറ്റിൽ ഒരു ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു 5 പോയിന്റ് കയറ്റി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ 240 കിട്ടും. പിന്നെ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കണേ. പക്ഷെ ഒരു ലോട്ട് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു 170 വരുമ്പോഴത്തേക്കും ഇറങ്ങണോ വേണ്ടയോ, എൻ്റെ ഉള്ളതും കൂടെ പോകുമോ, അതോ തിരിച്ച് താഴത്തേക്ക് വരുമോ, താഴത്തേക്ക് വന്നാൽ എന്തായി, അയ്യോ എൻ്റെ ഉള്ളതും കൂടെ പോയല്ലോ എന്നും പറഞ്ഞിട്ടുള്ള സങ്കടം. അപ്പം അങ്ങനെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അതായത് ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ എൻട്രി 2 ലോട്ട് എടുക്കുക, ഒരെണ്ണം 21 പോയിന്റ് കൊടുക്കുക. കഴിഞ്ഞ 2 വർഷമായിട്ട് നേരത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ 21 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് അവിടെ ഇട്ടേക്കുക എന്നുള്ളതാണ്. 21 പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ലോക്ക് ചെയ്തിട്ട് അവിടെ ഇട്ടേക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ആ സിസ്റ്റമൊക്കെ മാറി. ഇപ്പോൾ താഴത്തുനിന്ന് എടുത്തിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം ഹോൾഡ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഓൾറെഡി ആ ലോസിന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞ് പിന്നെ എന്തിനാണ് മനസ്സിന് വെറുതെ ടെൻഷൻ അടിപ്പിച്ചിട്ട് ഇല്ലാത്ത അസുഖം വരുത്തി വെക്കുന്നത്. ഫ്രീ ആയിട്ട് അവിടെ എൻജോയ് ചെയ്തിരിക്കുക. കിട്ടിയാലും
240 മാർക്കറ്റ് മൂവ് ചെയ്താലും നേരെ മറിച്ച് 145 ഇട്ട് വന്നിട്ട് ഹിറ്റ് ചെയ്താലും ഒരേ മൈൻഡ് സെറ്റോടു കൂടി ഒരേ സന്തോഷത്തോടു കൂടി രണ്ടിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മാറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ട്രേഡറായിട്ട് മാറാൻ പറ്റും. അതിനൊരു 1.5-2 വർഷത്തെ കണ്ടിന്യൂസ് ഒരു യാത്ര വേണം. നമുക്കിപ്പോൾ അതൊന്നും പറ്റില്ലല്ലോ. ഇന്ന് പഠിച്ച് നാളെ പ്രോഫിറ്റ് ആവണ്ടേ. അങ്ങനെയാണല്ലോ എല്ലാ ട്രേഡേഴ്സും മാർക്കറ്റിലേക്ക് വരുന്നത് തന്നെ. കാരണം എൻ്റെ ജോലിക്ക് തട്ടുകേട് കിട്ടി, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയണ്ടേ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അന്നൊരു കാര്യം ചെയ്തേക്കാം. ഏറ്റവും നല്ല ഡീമാറ്റ് അക്കൗണ്ട് ഏതാണെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് 5-6 വീഡിയോസും കണ്ടു കഴിഞ്ഞ് നാളെ തൊട്ട് തന്നെ അതേ മാർക്കറ്റിലേക്ക് ഇറങ്ങി അടപടലെ പോകും. ലയബിലിറ്റിയുടെ പുറത്ത് വീണ്ടും ലയബിലിറ്റി ആവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ട്രേഡർ ആവാൻ പറ്റില്ല. നമ്മളൊരു കൺസിസ്റ്റൻറ്റ് സ്ട്രാറ്റജി ഒരു വർഷം 2 വർഷമൊക്കെ അപ്ലൈ ചെയ്താൽ മാത്രമാണ്. നിങ്ങളോട് പറയാനായിട്ടുള്ള മെയിൻ ഒരു കാര്യം, അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഇപ്പം നിങ്ങൾ നല്ല ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ജോലിയിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ഒരു അഡീഷണൽ ഇൻകം സോഴ്സ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിക്കണം. ഇപ്പം പഠിച്ച് ഒരു 3 വർഷം 4 വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കോൺഫിഡൻറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. നേരെ മറിച്ച് എല്ലാം കഴിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പെട്ടെന്നൊരു ലൈവിലേക്ക് അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണക്കൂട്ടിലൊക്കെ മാറും, നമ്മുടെ കാഴ്ചപ്പാട് മാറും. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സെന്താവും, ഒരു മൈനസിലേക്ക് പോകും. നമ്മുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതേ നടക്കത്തുള്ളൂ. അപ്പോൾ അത് പിന്നെ വലിയ വലിയ ലോസിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ട്രേഡേഴ്സ്, നിങ്ങൾക്ക് ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആപത്ത് തന്നെയാണ്. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറയണ പോലെ ഇപ്പോൾ പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നാളെ അതൊരു മുതൽക്കൂട്ടായിരിക്കും. ബാക്കി കത്തിവെക്കൽ പിന്നെ ആവാം, ബ്രേക്ക് എടുക്കാം, ഹോൾഡ് ചെയ്യാം. അപ്പോൾ എവിടം വരെ മാർക്കറ്റ് 143 വരെ ആയിട്ടുണ്ട്. RSIയിൽ 5 മിനിറ്റിൽ ഒരു മടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും 100 പോയിന്റ് എടുക്കുമോ? അതില്ല. 100 പോയിൻ്റൊക്കെ അങ്ങനെ കൃത്യമായിട്ട് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2-2.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ അത്രയൊക്കെ ധൈര്യത്തോടു കൂടി ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് 10-21 പോയിന്റ് ഒരു 6 മാസം തുടർച്ചയായിട്ട് എടുത്തിട്ട് കോൺഫിഡൻറ്റ് ലെവൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. 10 ദിവസം ട്രേഡ് എടുത്തിട്ട് കിട്ടുന്ന കോൺഫിഡൻ്റ് അല്ല, 6 മാസം കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് കിട്ടുമ്പോഴുള്ള കോൺഫിഡൻസ്. 5 ദിവസം പ്രോഫിറ്റായി കഴിയുമ്പോൾ വരുന്ന കോൺഫിഡൻസിന് ഓവർ കോൺഫിഡൻസ് എന്ന് പറയും. പക്ഷെ 6 മാസം കൺസിസ്റ്റൻറ്റ് കീപ്പ് ചെയ്ത് വരുന്ന കോൺഫിഡൻസിന് യഥാർത്ഥമായിട്ടുള്ള കോൺഫിഡൻസ് ലെവൽ എന്ന് പറയത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവ് മാർക്കറ്റിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് 6 മാസം ഒരു കൂടെ ഇരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യാം. കൂടെ ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുമിച്ച് പഠിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട്, അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ.
കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.